വിശ്വസിക്കുക, യേശു നിങ്ങളുടെ മധ്യയുണ്ട്. യേശു നിങ്ങളുടെ മധ്യയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു നിങ്ങളോട് കൂടെയുണ്ട്. അതെ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യേ ഇരുന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ ആ വിഷയത്തിൽ നിന്നും വിടുവിക്കുവാൻ പോകുന്നു. അതെ, വിശ്വസിച്ചാട്ടെ. യേശുപ്പൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. ആ സാഹചര്യത്തെ നോക്കി ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ആ സാഹചര്യത്തെ നോക്കി ഭയപ്പെടേണ്ട. യേശു നിങ്ങളുടെ വലങ്കരത്തിൽ പിടിക്കുവാൻ പോകുന്നു. ആവർത്തന പുസ്തകം 7:21 ഇങ്ങനെ വായിക്കുന്നു: നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ആ സാഹചര്യത്തെ കണ്ട് ഭ്രമിക്കേണ്ട ദൈവപൈതലേ. ഇത് ദൈവത്തിൽ നിന്നുള്ള ഉറപ്പാ, ദൈവത്തിൽ നിന്നുള്ള വാഗ്ദത്തമാ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആ സാഹചര്യം നിങ്ങളെ തകർത്ത് കളയുവാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. നിങ്ങൾ ആ പരീക്ഷയെ ഓവർകം ചെയ്യുവാൻ പോകുന്നു. നിങ്ങൾ ആ രോഗത്തെ ഓവർകം ചെയ്യുവാൻ പോകുന്നു. അതെ, നിങ്ങൾ ആ കടഭാരത്തെ ഓവർകം ചെയ്യുവാൻ പോകുന്നു. അതെ, ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡ്രൈ സീസണെ, വരൾച്ചയുടെ കാലഘട്ടത്തെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്നു. കാരണം എൻ്റെ യേശു നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ മധ്യേ ഇരിക്കുന്ന ദൈവമാ. നിങ്ങളുടെ മധ്യേ ഇരുന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിക്കുന്ന ദൈവമാ. നെബൂഖദ്നേസർ രാജാവ് ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോഗിനെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കാരണം എന്താ? രാജാവ് വെച്ച ബിംബത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് അതെ, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോഗിനെയും എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്ത് സംഭവിച്ചു? നാലാമനായി സ്വർഗമിറങ്ങി അവരെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവം നിങ്ങളുടെ മധ്യയുണ്ട്. ആ ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോഗിനെ അതെ, അവരുടെ തീച്ചൂളയുടെ മധ്യയെ ഇറങ്ങി വിടുവിച്ച് അതേ ദൈവം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എരിയുന്ന തീച്ചൂളയ്ക്ക് സമമായിട്ടുള്ള വിഷയമായിരുന്നാലും കേട്ടാട്ടെ, ഇന്ന് പകലിൽ വിശ്വസിക്കാമെങ്കിൽ ആ വിഷയത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, സ്വർഗം ഇന്ന് പകലിൽ നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. നിങ്ങൾ ഒരു അത്ഭുത സാക്ഷ്യമായി മാറുവാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഭയത്തോടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും സ്വർഗം ഇന്ന് പകലിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചതിനായിട്ട് നന്ദി. ഒരു ഉറപ്പ് കൊടുത്തതിനായിട്ട് നന്ദി. സ്വർഗം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് നന്ദി. ഇന്ന് പകലിൽ ഈ ജനത്തിന്റെ ജീവിതത്തിന്മേൽ ഒരത്ഭുതം എൻ്റെ സ്വർഗം ചെയ്തിട്ട് നന്ദി പറയുന്നു. സകല മാനവമാത്വ കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.